സ്നേഹമുള്ള സഹോദരങ്ങളെ, ആഗതമായി കൊണ്ടിരിക്കുന്ന ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ എല്ലാവർക്കും സുപരിചിതമാണ്. 1223 ഗ്രേച്ചിയോ എന്ന സ്ഥലത്ത് വിശുദ്ധ ഫ്രാൻസിസ് ആയിരിക്കുമ്പോൾ അന്നത്തെ ക്രിസ്മസ് അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. അവിടെ വിശുദ്ധ ഫ്രാൻസിസിനോടൊപ്പം ജോൺ വിലേത്തെ എന്നൊരു ഭക്തയായ മനുഷ്യനും ഉണ്ടായിരുന്നു. ക്രിസ്മസിന് 2 ആഴ്ച മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് ജോൺ വിലേത്തയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: സഹോദര, നമുക്ക് ഈ വർഷം ഉണ്ണീശോ ബെത്ലഹേമിൽ പിറന്ന അതേ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കണം. ജോൺ വിലേത്തി ഗ്രേച്ചിയോ മലയിൽ ഒരു ഗുഹ, ഒരു കാളയെയും കഴുതയെയും കെട്ടി ഒരു കാലിത്തൊഴുത്ത് സജ്ജമാക്കി. അന്ന് രാത്രി മെഴുതിരികൾ കത്തിച്ച് ധാരാളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. ആ ദിവസം ഈ കാലിത്തൊഴുത്ത് സജ്ജമാക്കിയ ജോൺ വിലേത്തേക്ക് ഒരു ദർശനമുണ്ടായി. കാളയുടെയും കഴുതയുടെയും മധ്യത്തിൽ സജീവനായി ശയിച്ചിരിക്കുന്ന ഉണ്ണീശോ. ആ ഉണ്ണീശോയെ വിശുദ്ധ ഫ്രാൻസിസ് ആലിംഗനം ചെയ്യുന്നു. ഒരാൾക്ക് മാത്രമേ ഈ ദർശനം ഉണ്ടായുള്ളൂ എങ്കിലും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ യേശുവിൻ്റെ സജീവ ഛായ ഉയർന്നു വന്നു. വിശുദ്ധ ഫ്രാൻസിസ് കാലിക്കൂട്ടിൽ കടന്ന് ഉണ്ണീശോയുടെ മുൻപിൽ നിന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: സർവശക്തൻ ബലഹീനനായി, സർവസമ്പന്നൻ മഹാദരിദ്രനായി, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഒരു ശിശുവായി. സർവജ്ഞാനിയായ ദൈവം ബുദ്ധിയില്ലാത്ത മൃഗങ്ങളോടൊത്ത് സഹവസിക്കുവാൻ തിരുമനസ്സായി. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്തത്? തെറ്റിപ്പോയ ആടിനെ, പാപം ചെയ്ത എന്നെ രക്ഷിക്കാനാണ്. എന്നെ അന്വേഷിച്ചാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ പ്രാർത്ഥന നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. സന്മനസ്സുള്ളവർക്ക് യേശു പഠിപ്പിച്ച പാഠം പഠിച്ച് യഥായോഗ്യം അവിടുത്തെ സ്വീകരിക്കുവാൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇങ്ങനെയാണ് ക്രിസ്മസ് കൃപിൻ്റെ ഉത്ഭവം. നന്ദി.